പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വിസ പ്രോസസ്സിംഗ് നടക്കാത്തവരെ, വീട് വിൽക്കേണ്ടി വരുന്നവര്, വീട് വാങ്ങേണ്ടി വരുന്നവര്, ഇന്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി പോകാനിരിക്കുന്നവര്, പരീക്ഷകളുടെ ഇന്റർവ്യൂവിന് അനുകൂലമായ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വിവാഹ തടസ്സമുള്ളവര്, മക്കളില്ലാത്തവര്, ആവശ്യത്തിന് ഉടമ്പടി ചെയ്തിരിക്കുന്നവര്, ഭവനരഹിതര്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവര്, തെറ്റായ അവസ്ഥകളിലേക്ക് മക്കൾ പെട്ടിരിക്കുന്നവര്, കേസുകള്, വ്യവഹാരങ്ങള്, പണം നഷ്ടപ്പെട്ടിരിക്കുന്നവര്, ചതിക്കപ്പെട്ടിരിക്കുന്നവര്, അന്യാധീനപ്പെട്ടു പോയവര്, ഒരു തീരുമാനം എടുക്കാൻ വൈകിക്കൊണ്ടിരിക്കുന്നവര്, മറ്റു പലരുടെയും ഭീഷണി കൊണ്ട് സങ്കടപ്പെട്ട് വിഷമിക്കുന്നവര്, ആ മേഖലയിലെല്ലാം കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയുടെ വിടുതൽ ലഭിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ശ്രുതികട്ടെ. നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാന്തമായി മുട്ടി നിൽക്കുക. വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവരും ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം. ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന.
28 വായിച്ച നടപടി പുസ്തകത്തിൻ്റെ നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നാനമേൽക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ 2:17 അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ അനുതാപത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ദാനവും അനുതാപവും തമ്മിൽ കണക്റ്റഡ് ആണ്. പരിശുദ്ധാത്മ ദാനം എന്തൊക്കെയാണ്? പരിശുദ്ധാത്മ ദാനങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 11:2 കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. പ്ലീസ് ലിസൺ. ഇത് ഇപ്പോഴുള്ള കർത്താവിൻ്റെ വെളിപാട് ലിങ്ക് മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? ലൂക്ക് നമ്മൾ നടപടി പുസ്തകം 2:38 എന്താ വായിച്ചത്? പരിശുദ്ധാത്മാവ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴടുത്ത ക്വസ്റ്റ്യൻ വരും. എന്താണ് ക്വസ്റ്റ്യൻ? പരിശുദ്ധാത്മാവിന് പശ്ചാത്തപിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഏത് ദാനങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കണത്? 1, 2, 3, 4. ഇനി വായിക്കുക. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ദാനം ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. നമുക്ക് പശ്ചാത്തപിച്ചാൽ കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ്? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും. ജ്ഞാനം മാത്രം കിട്ടിയാൽ മതി. കരച്ചിലും ബഹളവും എല്ലാം നിൽക്കും. കരച്ചിൽ അടക്കണമെങ്കിൽ ആദ്യം കിട്ടണത് ജ്ഞാനം കിട്ടണം. ജ്ഞാനമില്ലെങ്കിൽ നമ്മളിങ്ങനെ മരണം വരെ നിലവിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ജ്ഞാനം നൽകണമേ, എൻ്റെ ടൈം ഷോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ആയുസിൻ്റെ ചെറുപ്പം എന്നെ ജ്ഞാനത്തിൽ വളർത്തട്ടെ എന്ന്. ഇപ്പം എല്ലാം കടന്നു പോകുന്നു എന്നുള്ളതാണ്, ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ ജ്ഞാനം. ഇതും കടന്നു പോകും, ഒന്നും ശാശ്വതമായി നിലനിൽക്കത്തില്ല. ഈ സിറ്റുവേഷനും കടന്നു പോകും. അപ്പോഴതുകൊണ്ടാണ് ഇതും ഈ ജ്ഞാനവും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതും തമ്മിൽ കുറേ കണക്റ്റഡാണ്. നമ്മൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമെന്ന് വിളിക്കുന്നത് ആരെയാ? അമ്മയെ. എന്താ കാര്യം? അമ്മയിലെല്ലാം ഈ അമ്മ വാവിട്ട് കരഞ്ഞതൊന്നും നമ്മളാണ് വേഗലമാതാവിനെയൊക്കെ ഉണ്ടാക്കി കെട്ടിയെഴുന്നള്ളിക്കണത്. അമ്മയൊന്നും ബൈബിളിൽ കരഞ്ഞിട്ട് കൂടിയില്ല. അതെപ്പോഴും ഈ കരയാത്തൊരു മാതാവിനെയാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ആ പന്തവും കൊളുത്തി പടം ഇങ്ങോട്ടൊന്നും വന്നൊരു കാര്യമില്ല. കാര്യം അവർ ഈ സിറ്റുവേഷനിലൂടെ എല്ലാം നമ്മൾ തോട് നീന്തുന്ന ആൾക്കാർക്ക് കടൽ നീന്തിയ ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമില്ലേ? മറിയ ഒരു ആവേശമാണ്. തോട് നീന്തുന്ന ആൾക്കാർക്ക് കടൽ നീന്തിയ ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം. മറിയം ആവേശമാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് മറിയത്തിൻ്റെ അതായത് ഹൃദയത്തിൽ സംഗ്രഹത്തിലൂടെയാണ്. അല്ല ഭാവിട്ട് നിലവിളിച്ചുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ.
നിൻ്റെ കണ്ണീരെല്ലാം ശരിക്കും ഒരു സെക്കൻഡ് കൊണ്ട് ദൈവത്തിന് കളയാൻ. ഇപ്പം ഞാൻ ഈ സോനയുടെ സാക്ഷ്യം അവതരിപ്പിക്കാൻ കാര്യം എന്നറിയാമോ? സോനയെ ഞാൻ അനുഗ്രഹിക്കാൻ കാരണം വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ പറഞ്ഞു, അവളുടെ ലൈഫ് നോക്കുമ്പോൾ നല്ല ഒരു ചിന്തിക്കാൻ വേണ്ടി മാത്രമുണ്ട്. എന്നുവെച്ചാൽ അവളുടെ അതായത് അവൾ കല്യാണം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ജീവിക്കുന്ന ആളായിരുന്നു. അതിപ്പോൾ അതിനകത്ത് എനിക്കൊരു പ്രത്യേകിച്ച് തോന്നിയില്ല. 22 വയസ്സുകാർക്ക് എല്ലാവർക്കും തോന്നണ ഒരു വികാരമാണ് ആ കല്യാണം വേണ്ടെന്ന്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ 35 വയസ്സായാലും അവർക്ക് തോന്നും കല്യാണം വേണ്ടെന്ന്. അത് വേറെ ഒരു അസുഖമാണ്. അത് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോണത് ഒരു അസുഖമാണെന്ന് എനിക്കും. കാരണം സ്വാർത്ഥത മൂത്ത്, ഇപ്പം കള്ള് മൂത്ത് ചാരമാകണ പോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ സെൽഫ് സെൻറ്റേഡ്നെസ്സും ഫെഡറലിസം സംഭാവന ചെയ്തതാണത്. ഇപ്പം നമ്മൾ ഫെഡറൽ റിപ്പബ്ലിക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ കണ്ട് വലിയ കേക്ക് പുഴുങ്ങി വെച്ചിരിക്കണമെന്ന്. ഫെഡറലിസം ഉണ്ടാക്കുന്ന ഒരു പേഴ്സണലിസം ഉണ്ട്, വ്യക്തിദൈവം. ഈ വ്യക്തിദൈവത്തിൻ്റെ ദുസ്വാതന്ത്ര്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ ടു അതേഴ്സ്. ഒരു കുഞ്ഞിനെ വളർത്താൻ പോലും ഐ ആം നോട്ട് റെഡി. എന്താ കാര്യം? എൻ്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും. അതാണ് വിഷയം. അപ്പോൾ അത് ദൈവത്തിന് നിരക്കാത്തൊരു ജീവിതമായിട്ട് മാറും അവസാനം. കാര്യം ഒരു കുഞ്ഞിനെ പറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഒരു കൃതജ്ഞതയാണ് ശരിക്കും. ഒരു കുഞ്ഞിനെ പറ്റി വളർത്തണമെന്ന് പറയണത് അതിനുവേണ്ടി സഹിക്കുന്ന സഹനങ്ങൾ അമ്മമാർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്തുമാത്രം ഉണ്ടെന്ന്. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു കൃതജ്ഞതയാണ് ശരിക്കും. അത് ദൈവത്തോട് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ആരും അതിന് റെഡി അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ പദ്ധതികളെ വ്യക്തികൾ വളർന്ന് ദൈവത്തിൻ്റെ തുല്യമായിട്ട് അട്ടിമറിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ വന്ധ്യീകരിക്കപ്പെട്ടൊരു സഭയാണ് നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്നത്. മ്യൂട്ടഡ് ചർച്ച്. 40 വയസ്സായിട്ടും ചെടുത്തിമാർ മദാമ്മമാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മ്യൂട്ടഡ് ചർച്ച്. അവർക്ക് അതിനുള്ള സമയമില്ലെന്നാണ്. അതേസമയം തന്നെ 2-3 പട്ടിക്കുട്ടിയൊക്കെ അവർക്കുണ്ട്, ഒരു പ്രശ്നമില്ല അവർക്ക്. അപ്പം ബ്രെയിൻ ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കണം. അതിനൊക്കെ കുളിപ്പിക്കാനൊക്കെ അവർക്ക് ആവശ്യത്തിന് ഏറെ സമയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ചൊരു ഒരു ഉത്കണ്ഠയൊന്നുമില്ല ഒരു കാര്യത്തെക്കുറിച്ചും. കാര്യം ഈശോ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് നടാത്തതെല്ലാം പറിച്ച് മാറ്റപ്പെടുമെന്ന്. പറിച്ച് മാറ്റപ്പെടുന്ന ദൈവിക പദ്ധതികൾ പറിച്ച് മാറ്റപ്പെടുന്ന ഇടങ്ങളിലൂടെയാണ് ഞാൻ പലപ്പോഴും ഈ ദിവസങ്ങളൊക്കെ സഞ്ചരിച്ചത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയെല്ലാം പോയി മുട്ടയിൽ നിന്ന് വരച്ച് ആ ഭൂമിയിലെല്ലാം കുരിശ് വരച്ചിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? കർത്താവിനെ അറിഞ്ഞ് അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു അവിടെ. അവരുടെ പ്രാർത്ഥനകൾ ഇന്നും ആ ഭൂമി കിടക്കുന്നുണ്ട്. അവിടെ രക്തസാക്ഷികളെല്ലാം ഞാൻ പോയി കണ്ടു. സെയിൻറ്റ് സ്റ്റീഫനെ പോയി കണ്ടു. റോമിൽ ചെന്നപ്പോൾ നമ്മുടെ വിശുദ്ധ പത്രോസ് ബസിലിക്കയുടെ അരികിൽ കുർബാന അർപ്പിക്കാൻ കർത്താവ് എനിക്ക് അനുഗ്രഹം തന്നു. അതിനകത്തല്ല, അടുത്ത ചാപ്പൽ, ആ ചാപ്പലിൻ്റെ നേരെ ഇടതുവശത്ത് അവിടെ കുർബാന അർപ്പിച്ചതിന് ശേഷം പിന്നെ പോയി കണ്ടത് സെയിൻറ്റ് സ്റ്റീഫനെയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ് സെയിൻറ്റ് സ്റ്റീഫൻ. പിന്നെ കർത്താവിന് വേണ്ടി നേരെ ചീനച്ചട്ടിയിൽ ഇട്ട് വറുക്കപ്പെട്ട സെൻറ്റ് ലോറൻസ്, അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിനും പോയി കൈതൊട്ട് കുറേ നേരം നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി. പൗലോസിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ മണിക്കൂറുകളോളം നിന്ന് പ്രാർത്ഥിച്ചു. പൗലോസിൻ്റെ പെടലി വെട്ടിട്ട് തെറിച്ച് പോയ സ്ഥലമുണ്ട്. അവിടെ 3 ദേവാലയം, 3 അൾത്താരകൾ, അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. യൂറോപ്പിൻ്റെ ബലഹീനമാണ്. ഈ ബലഹീനമായ ബലഹീനമായ സ്ഥലത്ത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി പെസരുപോലെ അടിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ കോയമ്പത്തൂരിലിരുന്ന് വന്നിരിക്കുകയാണ്. കോയമ്പത്തൂർ വേളാങ്കണ്ണി മാതാ ഇടവകയിലുള്ളതാണ്. ഞാൻ നവംബർ 28 2022 ആദ്യം ഉടമ്പടി എടുക്കുന്നത്.
ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ മാർച്ചിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ രണ്ടാമത് സാക്ഷ്യം പറയാനായിട്ട് ദൈവമാതാവും ഈശോ അപ്പച്ചനും എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ പുണ്യഭൂമിയിൽ നിർത്തിയതിന് ദൈവത്തിന് 1000 നന്ദി ആദ്യം തന്നെ അർപ്പിച്ചുകൊള്ളട്ടെ. ഞാൻ രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ നിയോഗമായിട്ട് വെച്ചതിൽ ആദ്യത്തെ കാര്യം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നിട്ടില്ല. എല്ലാ വകയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചില്ല. ഡോക്ടർമാർ പറഞ്ഞു, ഇനി നിങ്ങൾ അഡോപ്റ്റ് ചെയ്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാൻ 2 പേർക്കും സാധ്യതയില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞാൻ ആ കുട്ടീനെ പരിചയപ്പെടുന്നത്. ഞാൻ അപ്പം തന്നെ ആ കുട്ടിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രാർത്ഥന ബുക്കും പിന്നെ എണ്ണ വയറ്റിലിട്ട് ഉടമ്പടി തൈലം വയറ്റിലിട്ട് പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഉപ്പ് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദിവസം രാവിലെ വെള്ളത്തിലിട്ട് കുടിക്കുക, ഈ പ്രാർത്ഥനയും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം ചൊല്ലുക എന്ന് പറഞ്ഞു. ദൈവം നിന്നെ തീർച്ചയായിട്ടും കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ആ കുട്ടി 8 മാസം ഗർഭിണിയാണ്. അവൾക്ക് ദൈവമാതാ ഒരു കുഞ്ഞിന് ഉള്ള എല്ലാ ഇതും ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ഇപ്പോൾ ഒരു കൊച്ചിനെ അവൾ ഗർഭിണിയായിട്ടിരിക്കുകയാണ്. 8 മാസമാണ്. പ്രസവിച്ച് കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കുട്ടിയാണെങ്കിൽ ഹിന്ദുവാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അതിന് ദൈവമാത അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മരുമകളുടെ അച്ഛന് വന്ന് കഴിഞ്ഞ ജനുവരിയിൽ നെഞ്ചുവേദന വന്ന് ശ്വാസം മുട്ടലുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ 10 ബ്ലോക്ക് ഉണ്ട്, റിസ്ക്കാണ്, എമർജൻസി ആയിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ICUവിൽ അഡ്മിറ്റ് ചെയ്തു. ആ സമയത്ത് ബോംബെയിലാണ് അവരുള്ളത്. ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ നെഞ്ചത്ത് ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ അങ്ങേർക്ക് പേടിയായതുകൊണ്ട് ഓപ്പറേഷനൊന്നും ചെയ്യാതെ വീട്ടിൽ വന്നിട്ട് അത് കഴിഞ്ഞ് ഒരു ആയുർവേദ ഡോക്ടറിനെ പോയി കണ്ടു. ആയുർവേദ മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇനി ഒരു 6 മാസം കൂടി മരുന്ന് കഴിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജൂലൈ മാസത്തിൽ ഇവിടെ വന്ന് അമ്മയെ കണ്ടിട്ട് പോയി അവർ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂടെ നേരത്തെ ജോലി ചെയ്ത ഒരു പെണ്ണ് നടുവേദനയായിട്ട് ഒരു 7-8 വർഷമായിട്ട് നടുവേദനയുണ്ട്. അവസാനം അതിന് നടക്കാൻ പോലും പറ്റാതെ ബെഡിലായിട്ട് ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ മെയ് 1-ാം തീയതി ആ കുട്ടീനെ കാണാൻ പോയി. അതും ഒരു ഹിന്ദുവാണ്. ആ കുട്ടീനെ കാണാൻ പോയിട്ട് അതിൻ്റെയും തൈലമിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അതിനും ഒരു ബുക്ക് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉപ്പ് കൊടുത്തിട്ട് വെള്ളത്തിലിട്ട് കുടിക്കാൻ പറഞ്ഞു. അത് ഒന്നും അറിയാതെ 3-ാം തീയതി എന്നായപ്പോൾ രാവിലെ എപ്പോഴും എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ വീട്ടിലുള്ളവർ ചോദിക്കുന്നത്, നിനക്ക് എന്താ വേദനയൊന്നുമില്ല, നീ എങ്ങനെ നടക്കാൻ പറ്റി എന്നുള്ളത് ചോദിക്കുന്നത്. അത്രയും നല്ലൊരു അപൂർവവും അത്ഭുതവും നടത്തി അമ്മ മാതാവ് അവിടെ വന്ന് സഞ്ചരിച്ച്. പിന്നെ ഞാൻ ജൂലൈ മാസത്തിൽ ഇവിടെ വന്നിരുന്നു. ഇവിടെ ജൂലൈ 22-ാം തീയതി വന്ന് എൻ്റെ ഉടമ്പടിയൊക്കെ പുതുക്കിയിട്ട് പോയി. അപ്പോൾ എൻ്റെ ഭർത്താവാണ് ഷാജി. മൂപ്പരാണ് അവിടെ നിന്ന് ഇവിടം വരെ കാർ ഡ്രൈവ് ചെയ്ത് വന്നതും തിരിച്ചു പോയതും. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒറ്റ ദിവസം തന്നെ 650 കിലോമീറ്റർ വന്ന് റിട്ടേൺ പോവുകയൊക്കെ ചെയ്ത്. എന്നിട്ട് ആസ് യൂഷ്വൽ എപ്പോഴും പോലെ ഷുഗർ 30 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് ഷുഗർ ഡോക്ടറിനെ കാണാൻ പോയി 25-ാം തീയതി വൈകുന്നേരം. അപ്പോൾ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ്, ഇത്രയും കാലം പ്രഷർ ഇല്ലല്ലോ, നിങ്ങൾ എന്തായാലും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടേക്ക്. അപ്പം